പ്രിയ സ്നേഹിതരെ, ബാങ്ക് എംപ്ലോയീസ് ആർട്സ് മൂവ്മെന്റ് ബീം എറണാകുളം കരയോഗവുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രതിമാസ കലാപരിപാടികളിൽ ഡിസംബർ മാസോപഹാരമായി സമർപ്പിക്കുന്നു വളരെ വ്യത്യസ്തമായ ഒരു ചലച്ചിത്രഗാന വിരുന്ന്, സംഗീത സന്ധ്യ. ലോകമെമ്പാടുമുള്ള മലയാള സംഗീത പ്രേമികൾക്ക് വിസ്മയമായി മാറിയ നവനീത് ഉണ്ണികൃഷ്ണൻ, 19 വയസ്സ് മാത്രം പ്രായമുള്ള ഈ മിടുക്കൻ സഹൃദയർക്ക് സമ്മാനിക്കുന്നത് സംഗീതത്തിന്റെ അത്ഭുതകരമായ ഒരു ലോകം. അതെ, പല കാരണങ്ങളാലും ഈ കുട്ടി ഒരു അത്ഭുതം തന്നെയാണ്. തന്റെ ജനനത്തിനും ഒരുപക്ഷെ തന്റെ മാതാപിതാക്കളുടെ ജനനത്തിനും മുൻപേയുള്ള മലയാളം, തമിഴ്, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളുടെ തലക്കുറി വിശദമായ വിവരണങ്ങളിലൂടെ ഗാനങ്ങളുടെ ഓരോ അണുവിലും തന്റെ ഹൃദയം കൊണ്ടും ബുദ്ധി കൊണ്ടും സർഗശേഷി കൊണ്ടും പ്രയത്നം കൊണ്ടും ആഴത്തിൽ പ്രവേശിച്ച് വിശകലനം ചെയ്ത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് സംഗീതത്തിന്റെ വിസ്മയകരമായ മായ ലോകത്തിലേക്കാണ്. ഇന്ത്യൻ സിനിമാ ലോകത്തിന് മാത്രമായുള്ള ഒരു അത്ഭുത വരദാനമാണ് ചലച്ചിത്ര ഗാനങ്ങൾ. നമുക്കറിയാം, നാം പൗരസ്ത്യ മനസ്സുകൾക്ക് അതിനോട് ഇഴുകിച്ചേരുവാനുള്ള ഒരു സംസ്കാരവും ആത്മാവും സഹൃദയത്വവും ആർദ്രതയും സ്നേഹവും ഒക്കെയുള്ള അതിനാലാവാം അതങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാവാം ഇന്ത്യൻ ചലച്ചിത്ര ഗാന ശാഖ എന്നൊരു സവിശേഷ കലാശാഖ തന്നെ ഇവിടെ ജന്മം കൊണ്ടത്. അവർക്കിടയിൽ നിന്നും ഒരു നവയുഗ പ്രതിഭ, പൗരസ്ത്യ പാശ്ചാത്യ സംയോജനത്തിന്റെ ഒരു അസാധാരണ പ്രോഡക്റ്റ്, ഫ്ലേവർ. 15 വർഷമായി നവനീത് ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നു രമേശ് നാരായണന്റെ കീഴിൽ. 4 വർഷമായി ശാസ്ത്രീയ സംഗീതവും പഠിച്ചു വരുന്നു. 1 വയസ്സ് മുതൽ തന്നെ അമ്മയും അച്ഛനും നവനീതിന്റെ ചലച്ചിത്ര ഗാനങ്ങളിലുള്ള അഭിരുചി അറിഞ്ഞിരുന്നു. അന്നു മുതൽക്കേ ഗാനങ്ങളെ കുറിച്ച് സംസാരിക്കുവാനും ഏകദേശം 1000ഓളം ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ ഓർത്തുവയ്ക്കുവാനും നവനീതിന് കഴിഞ്ഞിരുന്നു. ചില ഗാനങ്ങളുടെ രാഗങ്ങൾ തിരിച്ചറിയുവാനും നവനീതിന് കഴിഞ്ഞിരുന്നു അന്നേ തന്നെ. 6-7 വയസ്സിൽ കീബോർഡിൽ ഫിലിം സോങ്സ് പ്ലേ ചെയ്യുകയും ചെയ്തിരുന്നു നവനീത്. ഈ ചെറുപ്രായത്തിൽ തന്നെ നവനീത് നേടിയ അവാർഡുകൾ യങ് മ്യൂസീഷ്യൻസ് ബിഹൈൻഡ് ദ കർട്ടൻ കേരള സ്റ്റേറ്റ് അവാർഡ്, മെവാത്തി പ്രദീപ് അവാർഡ്, പണ്ഡിറ്റ് ജസ്രാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക് 2022 അദ്ദേഹം നേടി. മെവാത്തി ദീപക് അവാർഡും 2021 നേടി. റൈസിംഗ് സ്റ്റാർസ് 2021 ഇന്ത്യൻ അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സ്, ചൈൽഡ് പ്രോഡിജ് അവാർഡ് ബൈ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക KHNA അവാർഡ്, പ്രതിഭ കലാവേദി USA, ഇതും അദ്ദേഹം നേടിയ അവാർഡ് തന്നെ. സ്കൂളിൽ വെച്ച് തന്നെ പാടാൻ മാത്രമല്ല പറയുവാനും ഉള്ള സാമർഥ്യം, അതായത് ഇംഗ്ലീഷ്, മലയാളം ലാംഗ്വേജസ് അതിലുള്ള ക്വിസസ് അതിലെല്ലാം ചേർന്ന മത്സരങ്ങളിൽ പങ്കുചേർന്ന് സമ്മാനം നേടുവാനും നവനീതിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയരെ, ഏതൊരു കലയും അറിഞ്ഞാസ്വദിക്കുമ്പോൾ ആസ്വാദന തലം മാറുന്നു. അവിടെ ശ്രോതാക്കളെയും സംഗീതത്താൽ പ്രബുദ്ധരാക്കുകയാണ് ഈ മിടുക്കൻ. 12 വരിയിലൊതുങ്ങുന്ന ഈ ഗാനവിസ്മയങ്ങളെ അതിന്റെ ജന്മരാഗം കണ്ടെത്തി അതിലെ രുചിക്കൂട്ടുകൾ സ്വയം രുചിച്ചറിഞ്ഞ് രചന, ഭാവം, കമ്പോസിംഗ്, ക്രാഫ്റ്റ്, ടെക്നിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലെ സവിശേഷത, ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, ഗായകരുടെ റെൻഡറിംഗ് സ്റ്റൈൽ ഇവയൊക്കെ വിശദമാക്കുന്ന നവനീതിന്റെ അപാരമായ കഴിവിനെ വാത്സല്യത്തോടെ, അത്ഭുതത്തോടെ, സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. കാരണം നവനീത് 19 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ്. സുഭാഷിതം കുട്ടികളിൽ നിന്ന് പോലും സ്വീകരിക്കണം എന്നത് വേദവാക്യം. അമേരിക്കയിലെ അരിസോണയിൽ ജനിച്ചു വളർന്ന് ന്യൂയോർക്കിൽ സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന നവനീത് മലയാള ഭാഷയിൽ സംഗീതത്തെക്കുറിച്ച് ഇത്ര ആഴമേറിയ പരിജ്ഞാനത്തോടെ സംവദിക്കുമ്പോൾ അത് ഹൃദയപൂർവ്വം സ്വീകരിക്കുക മാത്രം ചെയ്യുക നമുക്ക്. അത്ഭുതത്തോടെ, ആദരവോടെ, അനുഗ്രഹത്തോടെ 5 വയസ്സ് മുതൽ ഹിന്ദുസ്ഥാനി സംഗീതവും പിന്നീട് കർണാടക സംഗീതവും അഭ്യസിച്ചു വരുന്ന നവനീത് മുൻകാല മലയാള, തമിഴ്, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ അതിമനോഹരമായി ഇവിടെ ആലപിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളികൾ സോഷ്യൽ മീഡിയയിലൂടെ നവനീതിന്റെ ആരാധകരായി മാറിയിട്ടുണ്ട്. വെള്ളിത്തിരയിലെ കഥകളും ഗാനമുഹൂർത്തങ്ങളും കഥാപാത്രങ്ങളും എല്ലാം നമ്മിൽ നിന്നും മറഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വെള്ളിത്തിരയിൽ നിന്നും ആ മനോഹര ഗാനങ്ങൾ ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ ഗാനങ്ങളാണ് ഇന്ന് നവനീത് ഇവിടെ അവതരിപ്പിക്കുന്നത്. നവനീതിന്റെ ഗാന വിസ്മയ ലോകത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജി ദേവരാജൻ, MS ബാബുരാജ്, ദക്ഷിണാമൂർത്തി, MK അർജുനൻ എന്നീ പ്രമുഖരുടെ ഗാനങ്ങളാണ് നവനീത് ഇവിടെ അവതരിപ്പിക്കുന്നത്.
ഒരു ഗാനത്തിന്റെ വരികൾക്ക് സംഗീതം നൽകുമ്പോൾ ആ ഗാനം കൂടുതൽ മധുരതരം ആകുന്നു. അവർക്ക് അകമ്പടിയായി പശ്ചാത്തല സംഗീതം വരുമ്പോൾ മാധുര്യമേറുന്നു. മാത്രമോ വരികൾക്കിടയിലും അതിസൂക്ഷ്മമായി ഇവർ സംഗീതത്തെ സന്നിവേശിപ്പിക്കുന്നുണ്ട്. അതുകൂടി അറിയണം നമ്മൾ. തൃപ്പൂണിത്തുറ ശ്രുതി ഓർക്കസ്ട്രയാണ് പശ്ചാത്തലത്തിൽ. സ്നേഹിതരെ, സംഗീതത്തിന്റെ നാദവിസ്മയ രൂപത്തിലൂടെ ഇനി വരുന്ന നിമിഷങ്ങളിൽ നാം സഞ്ചരിക്കുന്നത് മറ്റെല്ലാം മറന്ന്, സ്വയം മറന്ന് സംഗീതം മാത്രം ആസ്വദിച്ച് ഈ നിമിഷങ്ങളിൽ മുഴുകാം. ഈ ഗാനങ്ങളെ സ്നേഹിച്ച്, ഈ ഗാനം ഒരുക്കിയവരെ സ്നേഹിച്ച്, ഈ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന നവനീതരെയും സുഹൃത്തുക്കളെയും സ്നേഹിച്ച് ഒരൊറ്റ ഹൃദയവുമായി നിങ്ങൾ ഓരോരുത്തരും ബോധപൂർവ്വം തയ്യാറായിരിക്കുക. ഞാൻ അല്പം കൂടി വാചാലയാവുകയാണ്. നമുക്കറിയാം, നമ്മുടെ പഴയ ഗാനങ്ങൾ നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മൾ നൊസ്റ്റാൾജിക് ആയി തീരാറുണ്ട്. ഗൃഹാതുരത്വം എന്നൊരു മായ ലോകത്തിലേക്ക് നമ്മൾ പോകാറുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോൾ, അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഗാനത്തെ മിസ് ചെയ്യുകയാണ്. അങ്ങനെ ഉണ്ടാവാതെ ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട്, നവനീതിനെ മാത്രം കേട്ടുകൊണ്ട്, നവനീതിന്റെ ലോകത്തിൽ മാത്രം ലയിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുക. ബി അറ്റ് പ്രസന്റ്. എങ്കിൽ മാത്രമേ ഈ ഗാനങ്ങളിലേക്ക് നിങ്ങൾക്ക് ആഴ്ന്നിറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഈ ഗാനം ഒരു പഠനമാണ്. ഈ മുഹൂർത്തം ഒരു പഠന ക്ലാസ്സാണ്. അതുകൊണ്ട് നല്ല ഗാനാസ്വാദകരായി തീരുവാൻ ഈ ക്ലാസ് നവനീത് നമ്മളെ കൊണ്ടെത്തിക്കുന്നിടത്തേക്ക് നമ്മൾ കടന്നു ചെല്ലാം. എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. താങ്ക് യു. ആനന്ദകന്ദം പരമഗുരുവരം ജ്ഞാനദീക്ഷാ കടാക്ഷം ചിന്മുദ്രം സത്സമാധിം സുഹൃതി മനമനോ മന്ദിരം സുന്ദരാംഗം ശാന്തം ചന്ദ്രാവതംസം ശബരിഗിരിവരോ തുംഗപീഠേ നിഷണ്ണം ചിന്താരത്നാഭിരാമം ശ്രുതിവിരുദപദാംഭോരുഹം ഭൂതനാദം ശ്രീഭൂതനാദം ഭൂതനാദം ചിറകുകൾ വീശി പ്രത്യുഷനേത്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപരംഗമായി മാറി. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണ ചിറകുകൾ വീശി
വൃന്ദാവന താരാപഥങ്ങളിലൂടെ Thank you. First off, I want to say a huge thank you to all of you for coming to this program and supporting me on the stage. Very much appreciation for that. So the reason I began to start off this song specifically, and overall as a whole, this song is a masterclass in how to compose a song in any language correctly. And I think that actually kind of goes on to a more broader topic with the wizard of Malayalam film music, Indian film music, G. Devarajan Master. I think we have to commend him big time for having the audacity to use these dagas in such a eloquent and efficient manner that actually not only balances the Carnatic side of things, but also actually puts a lot of emphasis on the light music aspect of these songs as well. If you look at Sundar Swapna, even the way he tuned those initial lines, right? His greatest strength was the fact that he was able to simplify all these complex Carnatic concepts and dagas and talas and dilute them to the simplest form for any listener to actually listen to. Gama pare ga 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 ba ga ri sa ri ri sa ni da ni sa ri ga ma pa pa. This part of this aspect, this kind of stanza of the Ragamaliga is loosely based in Kalyani Raga, Mecha Kalyani Raga, which is one of the main Melakappa ragas, and a very commonly raga sung in a lot of Carnatic kacheris. Sari ga ma pa da ni sa Sani da pa ma ga ri sa Sarasa subadana maganiya charita Jaya Jaya sakala viduta vara parinuda Sarasa subadana. It's a Carnatic Kruti by Swaladana based on this raga. Gama pari ga ga sundara swapna me Kalyani Dhamma pa ga pa, that pradimati that matu, it comes so close to touching pa ma, it like oscillates between those two notes, but it never touches it in like a very absolute manner. Devaraja Maharaj took the most foundational aspect of this raga and put it in this song. Sundara swapna me neeni kegiya vanna chiragugal veeshi. If you look at the other aspects, if you look at the other stanzas of this song as well, it uses Vasanta, Kapi, Ahidi, and the one raga that I want to specifically highlight is Ahidi within Uttaramendriya
You may not know the raga by its name, but it's also in another very popular Malayalam film song. പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. He goes kind of this way. സരി മഗമ പദനി നിരപ മഗരി സരി. Just a rough bit of it that way. There's a very popular Tyagarajan Kavi in this song. Sumpaina manasuto. It's a very powerful, very Karuna Rasa raga as they label in Karnataka. It's a very old raga in that. Ootalamendriya താരകൾ നിൽക്കുന്ന ക്ഷേത്രാങ്കണങ്ങളിലൂടെ പദനി സരി സ നിസനി നി പദ പദ മപ മഗരി സരി സരി പ നി പദനി സരി നി sa. And the transition from Mahiri Kalyani to Sada Sa Maga Pagariga Saga Pagariga immediately shifts back in Kalyani. So a huge round of applause to Devaraja Master as well for having the spontaneity to switch in between ragas as well. I suggest everyone to take deeper just different times listening to the song and understanding the way he shifts in between the ragas, the different types of instrumentation that he uses. It's absolutely brilliant, and you can only praise Devaraja Master more and more for such a splendid composition. Of course, Yeshdas Sir and P. Lama for their wonderful singing, and Bhaskar and Mash for his beautiful lyrics as well. Thank you. അടുത്ത കാര്യം ഞാൻ ആലപിക്കാൻ പോകുന്നത് ഇന്നലെ മയങ്ങുമ്പോൾ from the movie അന്വേഷിച്ചത് കണ്ടിരിക്കുക. Screw the name of it. Composed by the legend Babaka, lyrics by B. Bhaskar Amash, and once again beautifully sung by Yeshdas. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിടാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിടാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിടാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു.
When you look at the legend, MS Bhavika, MS Bhavanaj to be specific, MS Bhavanaj sir, and you look at the various amount of songs that he made throughout his career and the approach that he took to making a lot of his classics like or even സുരുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തെ തുളുമ്പും സൂര്യകാന്തിപ്പൂക്കളെ സുരുമയെഴുതിയ മിഴികളെ. he made, alongside Devaraja Marsh, he was one of the first music directors in the Malayalam film industry, probably in the South Indian film industry, to predominantly use Hindustani ragas and really kind of exemplify the likeness of these ragas through different semi-classical forms, right? For example, he composed qawwalis and Panchavarna Tattapole Nanana Penne, or even a ghazal in Vasanta Panchami Nadil Varumennoru Kinavu Kandu. I could go on and on about his songs as well, but taking a look at this specific song, one thing you have to highlight is just that little opening kind of rhythm, that free flow of Indane Mayamol that happens. If you notice, the reason I picked this song was Sundara Swapname Gamapamagari Saga. Indane Mayamol is starts at a pancham and ends at Gandharam. And we have to credit Bhabuka and Devaraja Master for making such incredible songs. But going back to this song again, this song was loosely based on Yaman Kalya. Kalyani and Yaman, we talk about having the second version of ma or kind of ma, but with Yaman Kalyan, it contains both
variations of ma. ni re ga ma da ni sa sa ni da pa ma pa ma ga re ga sa binadiye suno മാധവ മാസ പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും രഗമര പദമാഗമഗ രഗമഗ രഗസനെ നിരപമാര മഗ പൗർണമി സന്ധ്യതൻ നിവനി സഗരെ ഗമ ഗമഗരെ. All those places you have the ma ownership the ma. But when you go to മൂടു പടമണിഞ്ഞ പമരെ മപനിത നിരനി സഗരിത സ മാടി വിളിക്കാതെ നീ വന്നു പനിതനി സനിതനിത പമ പരി റിമ പദ മഗരിഗ സൈന്നലെ മയങ്ങുമ്പോൾ. Thank you. Thank you so much. And so the next song that I'll be singing is Poo Veram Poo Padavam. Composed by Johnson Master, lyrics by O.M.V. Kurup sir, and sung by Ladigamma and Ishwas.
Thank you. This is composed by, of course, Devaraj Master, one of his dearest disciples, Johnson Master. Give a big round of applause for Johnson Master and Oyen Kuruk sir and both of the singers, Yeshdas sir and Nadigaji, for coming all together to make such a beautiful folksy song. This song, if I were to speak a little about it, I have to speak about Johnson Marsh first. Johnson Marsh's contribution to Malayalam film music, Indian film music as a whole. For him, he matched Indian folksy Carnatic-based tunes with a very Western, rich form of melody. And the way he combined those two in so many interludes, not only throughout this song, but throughout countless of his many other compositions. If you would, sa pa 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 ma pa ma sa pa 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 ma pa ma sa ni ni ni, straight notes, no gaman, no illa, but it's so simple. Sa pa 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 ma pa ma, three notes are there. Sa ma pa, shajjam, madhyam, panjam. But the effect that he made with that is remarkable, and that only very few musicians, not even composers, can do across this planet. And Johnson Marsh did that in a Malayalam Nada, like in a folk style song. And with this raga, the way he used Sri Raga. Sari ma pa ni sa, sari pa da ni pa ma re ga ri sa, yendaro ma halo. Famous Tyagaraja Kriti in this raga. Sami kori yona sami kori. The way Sri Ragam is different from similar ragas like Madhyamavadis. Madhyamavadi goes Sari ma pa ni sa, sari pa ma re sa. Madhyamavadi is where you get beautiful compositions like Mangalam Nerunnu Nyan Manaswini Mangalam Nerunnu Nyan Arinu Chernadin Sheshamin Jeevane Pirinu Poni Yennum Mangalam Nerunnu Nyan. And then you look at Poovenam, which is based on Sri Ragam. Sa pa pa ni pa ma pa pa ni pa ma pa pa sa ri ma pa pa ri sa ri ma pa pa ri ga ri sa sa ri ga ri da. Chadushruti, not Chadushruti, Sadharana Gam, ga to ri ga ri sa. Because Madhyamavadi just goes sa ri ma pa ni sa and then comes back down the same way. But Sri Ragam, sa ni pa da ni pa ma ri ga ri sa. Neeravilindu ninde tarahara vilaki somabimba kandinnu shiranamegi Parvati parinayayamama Adire deva another beautiful song based on Raga of Sri Ragam, composed again by Johnson Marsh. And just to make a final point about the orchestration of the song, it's very pastoral, it's very native to Kerala. You hear taval, you hear nadaswaram, you hear flute, even the even though it's a Carnatic raga, those are sangaris and different kind of gimmicks that are used in folk music. So props to Johnson Marsh again for creating such a beautiful song. And props to all the people who invented the song as well. And kind of one final note that I want to leave on this raga as well. You may all know a very famous Kathakali padam in this raga. Medura Bhakti Ulla Madrisham Sukhamine Medura Bhakti Ulla Madrisham Sukhamine
excuse me if I make any pronunciation errors, as I'm not very familiar with Kathakali songs, but thank you so much. And now we'll move on to the next song. The next song is a personal favorite of mine, and Damma Makushi is actually sitting in the third row of the audience over there, if you can all look at her. This is one of her favorite songs, and she always tells me that I should sing this song before any program, so finally I am singing it, so this is for you. Vinkinavin is an absolutely incredible out-of-the-world composition done by, I'm not sure if many of you may know who did this, but it's B.H. Rabindranath sir. He also composed He Shadi Padam Turune Keshavan, based in Mohanam and Saranga, but he did so many other brilliant compositions like this. Nalla Suruma Kuchu Chindura Puttu Gutti Mandara Kanniyai Sundari Maraniyum Suruma Nalla Suruma, and then Kunduma Poogal Pootu Yende Tangakkilavin Thadarayil, loosely Kalyani based. He was an incredible composer, but he only did so many films that he kind of did not deserve the recognition. He didn't get the recognition that he absolutely deserved. And this song is a clear example of that. If you look at the original orchestration done by R.K. Shager sir, who I assume R.K. Shager sir did the orchestration as he did for many other songs. Sa sa ga pa da ga pa da sa ni da pa da ga pa da pa ga pa da sa ga pa da sa da ga pa da pa ga pa continuous throne on Angela. That's the brilliance of a great arranger and great composer like R.K. Shager sir, and the little flute bits that happen throughout the song. It's loosely based in the raga of Pahadi, which is where Sugumari Mirigale is based off of as well. And another beautiful song by John Samash, Maya Mayuram Pinitiyo Ashamaranam Taramediyo. And so many countless beautiful songs like this, right? And
one thing to say about, again, the arrangement and the flute pieces. എപ്പോഴെന്നറിയില്ല എന്നാണെന്നറിയില്ല just a little effect on the bongos makes all the difference in the beauty of this song as a whole. So props to Gage Navrat sir again for making such a wonderful composition. And just to elaborate briefly on the raga, Pahari is one of the few ragas in Indian classical music that uses all 12 notes, especially with the Mishra mixed form of it. And it's used in a lot of different folk compositions. This isn't a folk composition, this is swingy and it's breezy, but the way the flute bits, the bongos, and everything is incorporated makes it an all-time Malayalam classic. Thank you. The next song I'll be singing is a Hindi classic sung by the great Kishore Da, Kuch To Log Kahenge. छोड़ो बेकार बातों में कहीं बीत न जाए रहना कुछ तो लोग कहेंगे लोगों का काम है कहना छोड़ो Thank you. This song is loosely based on the raga of Kamaj. But the main reason I'm saying a lot of these film songs are based, I'm kind of using the term loosely based, is a lot of film songs are not purely based in that raga itself, right? There's a lot of mixing, a lot of different other influences coming through. But this song is very much immersed in the raga of Kamaj, or Kamaj as it's known in Hindustani classical music. It's a very, very popular and primary raga that's sung in concerts a lot of times in different light classical compositions like the great Tumri. Aaj muri kalai murag gayi, aaj muri kalai murag gayi,
goes is sa ga ma pa da ni sa sa ga ma pa da ni sa ni da pa da ma ga ga ma pa ni sa aaj muri kalaye. It uses both knees, both the komal knee and the shuddha knee. Ni sa ni, that's a shuddha knee in Sai. Ni sa ni da pa da ma ga ma pa da ni sa ni da ni sa. And the way this song uses kamajas, ga ma pa da ni da pa da ma ga pa ga ma pa da sa ni da pa da ma ga pa sa sa ni sa ga ni da ma da ni da pa da ni pa ma ga. It kind of goes with the lung here and there with the sa ga ma pa ni sa ni pa ma ga sa ma ni pa ma pa ga. That's the lung. And then it also kind of goes into Kalavati raga as well. Sa ga pa da ni sa ni da pa ga pa ni da pa ga sa o banwari mo be. There's a Malayalam song based in this beautiful raga as well. Kadarumasam Nadarumasam. But this song is mainly based in Kamaj. And if one were to look at the orchestration of this song and the interludes, I didn't sing the channel or the second stanza, but there's a specific way the accordion and the different flutes go in that. Padama ni da ni pa pada ma da pa ma ga sa ga pa ni sa हमको जो ताने दे हैं हम खोए हैं इन रंग रलियों में. Kishore had a beautiful tendency whenever he put emphasis on notes, he would kind of swing back and forth. In rang raliyon mein pa 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 da ma da pa ni da pa da ma da pa ma ga. All those notes are in that small sequence, but you have to come in R.D. Burman's for an incredible composition, Anand Bakshi for such beautiful lyrics. And just one final thing kind of I want to elaborate on this song especially. Kuch to log kahenge, and like the whole way the song even flows. Tera naam hai kya Sita bhi yahan badnaam hui. It just kind of progresses and kind of aligns itself more and more as the song progresses across the frame of the raga itself. So give a huge big round of applause to all the figures. Onwards to the next song is one of my favorite songs, based in the raga of Neelambari, composed by legend Dakshinamurti Swamigal, Harsha Bashpam Tubi. Harsha Bashpam.
വർഷപഞ്ചമി വന്നു ഇന്ദു രാവിൽ എന്തു ചെയ്യൂ നീ എന്തു ചെയ്യൂ ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി രാവിൽ എന്തു ചെയ്യൂ നീ എന്തു ചെയ്യൂ Neelambari, if I were to kind of elaborate on it as a raga as a whole, it's a janya, if I'm not wrong, of Shankara Bhatna raga, but it's very different. It's very playful and very lullabic in nature. There's a beautiful Tyagaraja Kriti that goes, ഉയ്യാലൂകവയ്യ ശ്രീരാമ ഉയ്യാലൂകവയ്യ മാധവ മാമവദേവ കൃഷ്ണ. it can be confused with the ragam of Kedaram, but Kedaram goes, പസപമഗരി ഗമഗരി സനിപ. but Neelambari goes, ഗമ പപ പദപ പമഗരി സ ആ ആ പസ പപ കാന്തനോടു ചെന്നു മെല്ലെ കിളിമൊഴി ശുചമിരവര കാന്തനോടു. and it has a very motherly feeling for this raga. It's known to be used in a lot of different lullabies and things like that, those type of compositions. The Harshabhashan Tugi is exactly in that line. I'm sure Dakshamurti Swami, being the purist that he was, Swami Anantara, he was a master of Carnatic music, and every raga that he kind of utilized in his film compositions, whether it was Begada, ഇന്നലെ നീയൊരു സുന്ദരരാഗമായും or even the Manasingvaru, where he uses Purvi Kalyani. മനസ്സിലുണരൂഷസന്ധ്യയായി. Even the Anupallivya, which is loosely based in Saranga. നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ നവനവമോഹങ്ങൾ. He's a brilliant composer, and when it came to Carnatic music, he was a full domineering force in that domain as well. And if you look at the way he composed this, the interludes helped with R.K. Shekhar sort of helped him with these interludes as well. I'm sure with Sagama papa mamaga sani pani sa 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 Harshabashpam tugi pani pasa Varshapanjami vannu. but where you can see the full essence of the raga in this composition is Vinnile sudhakarano nivadamaga gama pani sa sa ni da ni sa ni pa pada sa ni da pada maga gama pada ni pa maga ni gama ga sa. this is a different raga and different sound, but I want to kind of bridge to this as well. പൊന്തി മണിക്കച്ചയഴിഞ്ഞു വീണു സ്വർണ്ണ പിതാമരമുലഞ്ഞു വീണു കണ്ണന്റെ മന്മദലീലാവിനോദങ്ങൾ സുന്ദരി വനരാണിയനുകരിച്ചു
സുന്ദരി വനരാണി അനുകരിച്ചു. That is Dakshinamurti Swami in a nutshell. The way he can incorporate light classical elements. ലീലാവിനോദങ്ങൾ ഒരു ഹർഷബാഷ്പം ഇന്നു നിന്റെ ചിന്തകളെ പവക ആരുണത്തുന്നു സഖി ആരുണത്തുന്നു. Thank you. Next is one of my all-time favorite Malayalam songs composed by my hero Devaraja Master, Chakravarti Ninakkuyan. Lyrics by Vaya Ramavarma sir, and I don't even have to mention it again, but beautifully, majestically sung by Yeshudas sir. പുര
Devaraja Master, as I mentioned before, he is not only just a legend in the Malayalam film music arena, but if you look at world music as a whole, I always try to make the point that, and try to emphasize the fact that if he was not born in Kerala, he perhaps was born in Europe, he would have been regarded well known as perhaps a Mozart or a Beethoven of his time. That was the musical creativity, how much of an intellectual he was. I like to believe that he was a genius who happened to be a musician, for lack of a better term. And I think this song proves it all. At that point in the 70s, he used a raga like Kedar, which wasn't even used in Hindi film music up until that point that much. It was only used in very few songs by legends like Naushad Sagar. Devaraja Master actually first used it in Ashtamudi Kayaride Annanada Todire Chinna Kili Chingaraki Chollumo Inne Nine Ishtamano. And the opening of the song goes this way. Pa pa da pa sa ni ri sa pa pa da pa sa ni ri sa. Kedar goes Samaga pa ma pa da ni sa. It's in Kalyan Tat of Hindustani music if you want to get more specific. Sa ni da pa ma pa ma ga re sa ka na re nandana parama niranjana and the signature phrase of Kedar is ma pa ma no ma pa ma glides from the pa to the ma when coming back in the notes. And Devaraja Master did this both in Ashtamudi Kayalile and Chakravartini in two different ways, but similar at the same time as well in different conceptual methods. Pa pa da pa sa ni ri sa pa pa da pa sa ni ri sa ri sa da pa 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 ma pa ma pa ma. Chakravartini comes. Pa pa da pa sa ri sa sa ri sa ri sa da pa ma ma re pa ma pa da ni da pa pa. Ashtamudi Kayalile is a song that you sing by the river. It has a very folk, it's a bit of a folk tinge in it. Chakravartini actually speak even about the recording of the song. The person who played flute in the song is none other than the legend N. W. Sir. He played for countless amount of songs under the music direction of Devaraja Master like Shangu Bushpam, Manyele Mungi Toti. He played flute in that, he's the main flute portion. And even with this song, when you look at the flute interludes, they're immersed in that raga, even from a Carnatic standpoint. A Carnatic flute is playing a Hindustani raga purely in form at that time is nothing short of exceptional. And Gamadha is Gamadha. That phrase can be used in Kedar, but it's mainly used in another raga called the Hamir, which this song is based on. Kanneerum swaprangalum vilkuvarai vannavan njan innu ninde mandirathin sundaramagu purathil kanneerum innu ninde mandigamara. That's where the Hamir comes. But with this in Kedar, Shilpagopuram Risada Papa Mapa Marasa Chakravartini. Thank you. The next song that I will be singing is Ormagale Kaivala Chapti, composed by Salda Salchaudhary sir, lyrics by Oeni Kurup sir, and once again sung by Ishna sir.
Ormagale Kaivala Chapti, composed by the legend Salda, is, I believe, to be based on the raga of Patti. Nisa ga ma pa nisa, sa ni la pa ma pa ga ma pa ga re sa. Anuragalolatri, varavai neelaratri, nilavin maranna chashagam. This is less based on Patti, you can call it Mishra Patti because it brings in notes from other ragas within the interludes like Padani da pa ma pa ma ga ma ga re ga ma pa padani sa ni da pa ni sa Chilangagal paadunnu. both the Pallavi and Pallavi have bits and pieces of Patti immersed in there. It's in the coffee thought of Hindustani music.
And Salilal speaks of him as a composer itself. If you look at each and every bit of his compositions and you look at the quirks and the different types of transitions and the different slides and glides it uses, even in a slow song kind of like Oda puve, 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 oman puve, 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 nee dedum manoharapiram, dure maadi vilikku, ida, ida, ida. He jumps from fa to sa to ga directly, and he goes effortlessly between all these notes in many of his compositions likewise. And this composition, Yedo Shoganaragam Yedo Gandharva Padunnu. If you look at the second variation of Om Nisa Samarama Paga Urmagale Riga Urmagale, kind of uses his way by gliding and using a concept in Hindustani classical music known as mean to glide in between the notes. And I think this also kind of is loosely based on the Carnatic equivalent of Paddeep in Gauri Manohari, which is Sarigama Padani Sa Saida Pama Padari Sa. And that's the way it goes. And there are many beautiful Guru Lekha Yuttavanti is a very famous Tyagaraja composition based in Gauri Manohari, if I'm not wrong. And to go back to and go kind of circle back to Salilal and his composition style, if you listen to the notes that he uses, even in between those interludes, uses the Shuddha notes and then he uses the Komal notes, and he kind of creates a very interesting dichotomy between the two. So huge applause to Salil Chaudhary sir for a magical composition. And it's not just this song. I think when we mention Salilal, we have to mention so many other songs as well as so many other of his masterpiece compositions. If you look at Asakaram Shanda Magani Sagyararam Mayunida Chaitratinavatu Pogaya Dure Yatra Muriyuma Sagaram Shanamagani. So many unique twists and turns like that is what he's known for in his Hindi film songs, his Tamil songs, and his Malayalam film songs. So once again, a great kudos to Salilal for making an exceptional composition. The next song is by one of my favorite music composers alongside Devaraj Mash and Johnson Mash, M.B. Srinivasan sir, an unspoken hero of Malayalam film music, and one of the biggest pioneers of background scores, innovative background scores in the Malayalam film music industry as well. Chaitram Chayam Chalichu, into Chitram Varakunda.
Thank you. MPS sir actually, in fact, used a mix of both Hindustani and Carnatic ragas in a lot of his compositions. There's one beautiful composition from the movie Parasparam, I think. നിറങ്ങത്തന്നത്തം കുഴിഞ്ഞൊരി മണ്ണിൽ Joe, or even he used Charukesi in ഹരിനാമ കീർത്തനം പാടാനുണരും ഹരയാൽ കുരുവികളെ ഹരയാൽ കുരുവികളെ. so many majestic melodies he made, and he used very, very minimal instruments or orchestration in a lot of his compositions. There was a very minimalist aspect to a lot of his songs. There was no exhibitionism, for a lack of a better word. And this song is a perfect example of that. If you look at the raga Ahir Bhairav, which is Sarigama padanida sa sanida pamagamajasa ajato ananda ananda ajato ananda. it's a Hindustani composition. The opening interlude goes this way. Parasanida paridavama nisaga sagama pamari panidanisa pasanidavama nidavama gagana pamagarisa pasanidavama nidavama gapamaga pigarisa ചൈത്രം ഛായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു. Also, please give a big hand to Vijay Uncle for his beautiful flute playing, that bit that he played right over there. Nisaga sagama pamagari. That's pure Ahir Bhairav, so please join all the orchestra members for all their support. And I also want to speak a little bit more about Ahir Bhairav and its Carnatic equivalent as well, with Chakralagam. There's one beautiful Malayalam song in this raga. അദ്വൈതം ജനിച്ച നാട്ടിൽ ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ ആയിരം ജാതികൾ ആയിരം മതങ്ങൾ ആയിരം ദൈവങ്ങൾ അദ്വൈതം ജനിച്ച നാട്ടിൽ. And so this raga is a very emotional raga for me personally. I always get teary-eyed or moved when I hear it. It's a beautiful raga, and കവിൾത്തട്ടിലെ കുങ്കുമവർണ്ണം പകർന്നു സരിഗമ പദനി പദനി ഗദനി സരിഗരിസ. the dha and e, the variations of those notes make it different from the raga of Bhairav or Maya Madhavagowda. And MPS sir put such a key and focal emphasis on that point of the song and made it as everlasting as it is to this point. So thank you so much all. The next song that I'm going to sing is another Kishore Da classic, Musafirul Hu Yaar. मुसाफिर हूँ यारो ना घर है ना ठिकाना मैं
R.D. Burman sir was a huge fan of the raga Kamach, as I mentioned before. And I already kind of briefly explained about the raga, but here I'm going to explain more about why this song is so kind of deep in Kamach, but it has a very, like, in terms of the guitars and all the different instruments that play in this raga, it's not at all classical in any way. And even the 1, 2, 3, 4. Musafir, hu yaar, just the C major chord, it makes all the difference. And a lot of Kishore Das songs, if you look at the way he approaches his singing and the way he sings different compositions, O Saathi re, tere bina bhi kya jeena. He puts a little gamagam extra from a little oomph from his own side, and this comes a lot of Musafir too. Musafir, Musafir, hu yaaro, na ghar hai, na dhika, na nida. मुझे चलते जाना है, बस चलते जाना मुसाफिर. Thank you. The next song that I'm going to be singing is one of my all-time favorites, Poongattu, composed by the legend Ilaiyaraaja sir. And right after this, I'm going to be taking a quick short break, and then we'll resume the second session of this musical program. Thank you. ചൊല്ലി നാട്ടുകൂടി കരളിനോടുനീ
Just a little bit to explain about this song before we go on to the break, but this song, I don't think it's very much intrinsically based within a raga itself, but Ilaiyaraaja just sort of, man, the way he arranged the song, and even the composition itself, പൂച്ചങ്ങലയ്ക്കുള്ളിൽ രണ്ട് മൗനങ്ങളെ പോൽ, two notes, പദ 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 പദ, and then riga 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 saga riga sa. The way he plays around and he fiddles around, and it's evident in a lot of his Tamil compositions as well, that he took a lot of influence from Salinda's music style as he was in for a lot of those music sittings and music sessions as well. And if you look at this song, my favorite part is പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ സരി സരി. This song is entirely based in the C major scale, which is no Shankarabharan, but it's not based on that raga itself, but that scale, the way Raja sir used it. Oh my god, it's an incredible song, and all the more props to him for such a beautiful composition. Thank you. And Vishnu sir, the lyricist to the song, and Yushla sir and Janagi Amma for singing it so wonderfully. Thank you. We are waiting for your melodious Tamil songs. Yes, that will be in the second half of the segment, so I will be sure to sing those songs. Isn't that?